ഇന്ന് നമുക്കൊരു പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കിയാലോ? നല്ല എളുപ്പമാണ്. പിന്നെ ഇപ്പോൾ പൈനാപ്പിൾ എല്ലായിടത്തും നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ കിട്ടുകയാണെങ്കിൽ ഇതുപോലത്തെ നല്ല സ്പോഞ്ചി കേക്ക് ഉണ്ടാക്കിക്കോട്ടെ. നല്ല സോഫ്റ്റാണ്, വായിലിട്ട് അലിഞ്ഞു പോണ പോലത്തെ കേക്ക്. കണ്ടില്ലേ, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നില്ലേ? അതിൻ്റെ ഉള്ളിൽ നിറച്ച് പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളാണ്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. ഇതിനായിട്ട് നമ്മൾ 2.25 കപ്പ് പൈനാപ്പിൾ ചെറുതാക്കി കട്ട് ചെയ്തത് എടുക്കാം. നല്ല പഴുത്ത പൈനാപ്പിൾ വേണം കേട്ടോ. പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. നമ്മൾ പൈനാപ്പിൾ നേരിട്ട് ചേർക്കുന്നതിനേക്കാളും സ്വാദുണ്ടാവും ഇങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ. വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമുള്ളത് അവിടെ ഇരുന്നോട്ടെ, അത് തണുത്ത് കഴിയുമ്പോൾ ശരിയായിക്കോളും. ഇനി അടുത്തത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി വയ്ക്കാം. 1.5 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ കേക്കിൻ്റെ അവിടെ ഓയിലൊക്കെ പുരട്ടി ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ ആദ്യമേ തന്നെ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച പൈനാപ്പിൾ മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി തണുത്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഈ പഞ്ചസാര അലിയുന്ന വരെ വിസ്ക് ചെയ്യാം. നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. പഞ്ചസാര ഇങ്ങനെ ഇളക്കി ഇളക്കി നന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പഞ്ചസാര പൊടിച്ചിട്ടും ചേർക്കാം. അപ്പോൾ വേഗം തന്നെ മിക്സ് ആവും. അപ്പോൾ ഇതേ നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട വേണം. തണുത്ത മുട്ടയല്ല കേട്ടോ, റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങൾ എടുത്തോളൂ. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ട നമുക്ക് എത്രത്തോളം ബീറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര സമയം ബീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ അത്രയും നല്ലതാണ്. നല്ല പതച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് 1/3 കപ്പ് ബട്ടറാണ്, മെൽറ്റഡ് ബട്ടറാണ് ചേർത്തത്. ബട്ടറിന് പകരം നമുക്ക് വേറെ ഓയിലായാലും ചേർക്കാം കേട്ടോ, സൺഫ്ലവർ ഓയിലായാലും ചേർക്കാൻ കുഴപ്പമില്ല. പിന്നെ 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തു. ഇനി എല്ലാതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത്രയേ ഉള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച പൊടി ഒന്നും കൂടെ അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായില്ലേ ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി പതുക്കനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുഴുവൻ പൊടിയും കഴിഞ്ഞു കേട്ടോ. കുറേശ്ശെ ഇട്ടിട്ടാണ് നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ആദ്യം തന്നെ ഇടണ്ട. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് പാൽ ഒഴിക്കണം കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ് ഒഴിക്കുന്നത്. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കൊന്നുമില്ല, നമ്മുടെ മിക്സിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇടുന്നതിന് മുമ്പ് തന്നെ അവിടെ കുക്കറിലാണിത് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ ഒരു 10 മിനിറ്റായിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചും കൂടെ കൂട്ടിയിട്ടുള്ള ഫ്ലെയിമിലാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചത്. ഫുൾ ഫ്ലെയിമിലല്ല, മീഡിയത്തിനേക്കാളും കുറച്ചും കൂടെ കൂട്ടിയിട്ട്. അങ്ങനെ ഒരു 10 മിനിറ്റായിട്ട് നമ്മുടെ കുക്കർ അവിടെ തയ്യാറായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് ടിന്നിൽ ഇത് ഒഴിക്കുക. ഒരു അരഭാഗത്തിനേക്കാളും കുറച്ചും കൂടെ കൂടി നിൽക്കണം, അത്രയ്ക്കാണ് ഒഴിച്ചത്. അത്രയ്ക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ.
7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണെങ്കിൽ ആ മൊത്തം മിക്സും അതിലൊഴിക്കാൻ പറ്റും. ഇത് 6 ഇഞ്ചിൻ്റെ കൊള്ളുന്നത് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. നമ്മുടെ കുക്കറൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. അത് തുറന്നിട്ട് ഈ മിക്സ് അതിലേക്ക് മാറ്റി കൈ പൊള്ളാണ്ട് വെച്ചോളൂ കേട്ടോ. ഗ്ലൗസൊക്കെ ഇട്ടോളോ, അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളും. ഈ കുക്കറിന് ഗ്യാസ്കറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു പഴയ ഗ്യാസ്കറ്റാണ്, അത് കേക്ക് ഉണ്ടാക്കാൻ മാത്രം ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മളിത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്മിനേക്കാളും കുറച്ചും കൂടെ കൂട്ടിയിട്ട് വെച്ചാൽ മതി കേട്ടോ നമ്മുടെ ഇത്. അത് കഴിഞ്ഞിട്ട് ഒരു 50 മിനിറ്റ് വെക്കണം. 40 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കുത്തിയൊക്കെ നോക്കാം കേട്ടോ. 50 മിനിറ്റ് ആകുമ്പോഴേക്കും ശരിക്കും കളറൊക്കെ മാറി നന്നായിട്ടായിട്ടുണ്ടാവും. ഇപ്പോൾ അതേ 50 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മുടെ കേക്ക് പുറത്തെടുത്തത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അത് അവിടെ ടവലിട്ടിട്ട് മൂടി വയ്ക്കുക. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കത് പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ സമയം മനസ്സിലായില്ലേ? 50 മിനിറ്റാണ് എൻ്റെ കുക്കിംഗ് ടൈം വരുന്നത്. അത് സിമ്മിനേക്കാളും കുറച്ചും കൂടെ കൂട്ടിയിട്ടാണ് വെച്ചത്. ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ സിമ്മിൽ വയ്ക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് സ്പോഞ്ചി കേക്കായിട്ട് കിട്ടും നമുക്ക് കേട്ടോ. കരിഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് നമുക്ക് ചായക്കൊക്കെ കുടിക്കാം, കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല, അധികം സാധനങ്ങൾ അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ സമയം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ആദ്യത്തെ 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നാൽ മതി. അത് ഫ്ലെയിം നോക്കണം. ഫ്ലെയിം മീഡിയത്തിനും സിമ്മിനും ഇടയിലല്ല, സിമ്മിനേക്കാളും കുറച്ചും കൂടെ കൂട്ടിയിട്ടാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സിമ്മിലിട്ട് വെച്ചത്. പിന്നെ 50 മിനിറ്റ് വരെയും സിമ്മിലിട്ടിട്ടാണ് ഇത് വെന്തത് കേട്ടോ. തീ കൂട്ടി വെച്ചാൽ വേഗം കരിഞ്ഞു പോവുള്ളൂ. പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോവും, ഉള്ളു വേവില്ല. നല്ല മണമാണ് കേട്ടോ. അതേ ഇപ്പോൾ ഇങ്ങനെ കേക്ക് ഇങ്ങനെ മുറിച്ചില്ലേ, മുറിച്ചപ്പോൾ നല്ല പൈനാപ്പിളിൻ്റെ മണം വരുന്നത്. ഇതൊക്കെ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ. നമ്മൾ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, 2.25 കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിറച്ച് പൈനാപ്പിളാണ്. നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുന്ന കേക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിക്കോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൈനാപ്പിൾ കേക്കാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. ബൈ.